ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, വലിയ നോമ്പിൻ്റെ 5-ാമത്തെ ആഴ്ച കുനിയ സ്ത്രീയെ സർവശക്തനായ ദൈവം തൊട്ട് അവരോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവമാണ് നാം ഈ ആഴ്ചയിൽ ധ്യാനിക്കുന്നത്. ഇന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അബ്രഹാമിൻ്റെ മകളായ ഇവളെ ബന്ധനത്തിൽ നിന്നും അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് യേശു തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അബ്രഹാമിൻ്റെ മകളായ ഇവളെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന ചോദ്യം. പ്രിയമുള്ളവരെ, കുനിയ സ്ത്രീയെക്കുറിച്ച് പറയുന്നതാണ്, ഇവൾ ബന്ധനത്തിലാണ്, ഇവൾ അബ്രഹാമിൻ്റെ മകളാണ്. അബ്രഹാമിൻ്റെ മകളായിരിക്കുന്ന മകനായിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കൂന് പോലുള്ള പല സ്വഭാവങ്ങളും ബന്ധനമായി മാറുന്ന അനുഭവം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. മദ്യപാനത്തിൻ്റെ ബന്ധനം, അശുദ്ധ ജീവിതത്തിൻ്റെ ബന്ധനം, മയക്കുമരുന്നിൻ്റെ ബന്ധനം, കൂനായി നിവർന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം നമുക്ക് പലപ്പോഴും പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ അബ്രഹാമിൻ്റെ മകനാണ്, ഞാൻ അബ്രഹാമിൻ്റെ മകളാണ്, കൂനിയായിരിക്കുന്ന അനുഭവത്തിൽ, നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ ജീവിക്കേണ്ടവൻ അല്ല ഞാൻ എന്ന ബോധ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ പറയേണ്ടത്. ആ ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. ആ അനുഭവം നമ്മെ നിവർന്നു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വഴി നടത്തുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതാ ഇവൾ കൂനിയാണ്, നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിരന്തരം ദൈവാലയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ദൈവം അവളെ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് നിവർന്നു നിൽക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർത്തുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുകയില്ല എന്ന്. ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടത മാറ്റിയെടുക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ നിരന്തരമായി നാം അനുഷ്ഠിക്കേണ്ട ഒരു അനുഭവം ഉണ്ടാകണം. ഉപവാസവും പ്രാർത്ഥനയും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ വളർത്തുമ്പോൾ കൂനുമാറി നിവർന്നു നിൽക്കുന്ന, സ്വർഗത്തിലേക്ക് നോക്കുന്ന, ഞാനെൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമെന്ന്, എൻ്റെ സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുന്ന ചോദ്യം എനിക്കും ചോദിക്കുവാൻ ഇടയാകും. പർവ്വതങ്ങളിൽ നിന്നും എൻ്റെ സഹായം ഇറങ്ങി വരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, നമുക്കും തിരിച്ചറിയാം, ഞാൻ അബ്രഹാമിൻ്റെ മകനാണ്, ഞാൻ അബ്രഹാമിൻ്റെ മകളാണ്, ഞാൻ കൂനിയായിട്ട് ഇരിക്കേണ്ടവളല്ല, ഞാൻ സ്വസ്ഥതയോടുകൂടെ സ്വർഗത്തിലേക്ക് നോക്കി അവനെ മഹത്വപ്പെടുത്തേണ്ടവനാണ് എന്ന ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവാരാധനയുടെ അനുഭവത്തിൽ, ദൈവകൃപയുടെ നിറവിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകും. യെശയ്യാ പ്രവാചകൻ കാണുന്നുണ്ട്, സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം അവൻ ദർശിക്കുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ തീക്കനലെടുത്തുകൊണ്ടുവന്ന് അവൻ്റെ നാവ് തൊടുവിച്ച് വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഉയരങ്ങളിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിലൂടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തെ കാണുമ്പോൾ, ദൈവം നമ്മെ തൊടുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവകരങ്ങളിൽ സുരക്ഷിതമായി ഞാൻ അബ്രഹാമിൻ്റെ മകളാണെന്ന ബോധ്യത്തോടുകൂടെ അബ്രഹാമിന് നൽകിയ എല്ലാ നന്മകളും അബ്രഹാമിലൂടെ ഞാൻ പ്രാപിച്ചെടുക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് മുന്നേറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.